അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളൊക്കെ നമസ്കരിക്കുന്നതിന് മുമ്പ് വുളു ചെയ്യാറുണ്ട്. എന്നാൽ ഈ വുളുവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഉണർത്താൻ ഉദ്ദേശിക്കുകയാണ്. സമയമുള്ള ആളുകൾ ഇത് അവസാനം വരെ കണ്ടാൽ മതി. കാരണം എന്താണെന്നറിയോ? പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമസ്കാരം സ്വീകരിക്കണമെങ്കിൽ വുളു വേണം, നമുക്കറിയാം. ഇനി വുളു ഇല്ലാതെ നിസ്കരിച്ചാലോ നമസ്കാരം സ്വീകരിക്കൂല. നമസ്കാരം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവന് സ്വർഗത്തിൽ സ്ഥാനമല്ല. അതുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ള നിലക്കാണ് ഇത് പറയുന്നത്. നമസ്കരിക്കണമെങ്കിൽ വുളു വേണം എന്നുള്ളത് പോലെ തന്നെ മറ്റൊരു കർമ്മമാണ് തവാഫ്. തവാഫ് ചെയ്യുകയാണെങ്കിലും വുളു വേണം. ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മര്യാദകൾ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ കാണാൻ സാധിക്കും വുളുവോടുകൂടി ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത്. ഇവിടെ എപ്പോഴാണ് നമ്മൾ വുളു ചെയ്യേണ്ടത്? നമ്മൾ എപ്പോഴാണ് വുളു ചെയ്യുക? നിസ്കരിക്കാൻ പോകുമ്പോൾ വേഗം പോയിട്ട് വുളു എടുക്കും, എന്നിട്ട് നമസ്കരിക്കും. യഥാർത്ഥത്തിൽ ആ കർമ്മം ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് നിർവഹിക്കേണ്ടതാണോ വുളു? അല്ല. ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ ഏത് സമയവും വുളു ഉള്ളവനായിരിക്കണം, ശുദ്ധി ഉള്ളവനായിരിക്കണം. അശുദ്ധി ബാധിച്ചാൽ ശുദ്ധിയാകാൻ തൊട്ടടുത്ത് ശുദ്ധിയാകാനുള്ള സമയം ഏതാണോ ആ സമയത്ത് ശുദ്ധമാകണം. വലിയ അശുദ്ധി ഉള്ളവരാണെങ്കിൽ ആ രൂപത്തിൽ, ചെറിയ അശുദ്ധി ഉള്ളവരാണെങ്കിൽ ആ രൂപത്തിൽ. എപ്പോഴാണോ നമ്മുടെ വുളു നഷ്ടപ്പെടുന്നത്, തൊട്ടടുത്ത ശുദ്ധിയാകാനുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? വുളു എടുത്ത് ശുദ്ധമാകണം. അതല്ലാതെ ളുഹർ നിസ്കാരം കഴിഞ്ഞു, പിന്നെ അവന്റെ വുളു മുറിഞ്ഞു കഴിഞ്ഞാൽ അസ്ർ നിസ്കാരം വരെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഒരു മുഅ്മിൻ എപ്പോഴും വുളു ഉണ്ടാകേണ്ടവനാണ്. അതാണ് ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തത്, ഞാൻ പറഞ്ഞല്ലോ, നമസ്കാരവും തവാഫും ഈ കാര്യങ്ങൾക്കൊക്കെ വുളു വേണം എന്നുള്ളത്. അഥവാ വുളു ഇല്ലാതെ നിസ്കരിച്ചാൽ നിസ്കാരം സ്വീകരിക്കൂല. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസില് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുഖ്ബലു സ്വലാത്തു മൻ അഹ്ദസ ഹത്താ യതവല്ല. വുളു ഇല്ലാതെ വുളു എടുക്കുന്നത് വരെ അവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. എങ്ങനെയാണെങ്കിൽ? അശുദ്ധിയുള്ള ആളാണെങ്കിൽ. അപ്പൊ അശുദ്ധിയുള്ള ആള് ശുദ്ധമാകണം. ശുദ്ധമാകാതെ അവൻ നിസ്കരിച്ചാൽ ആ നമസ്കാരം സ്വീകരിക്കൂല. തവാഫിനെ സംബന്ധിച്ചും ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും. ഇനിയോ ആ വുളു എടുക്കേണ്ടത് എങ്ങനെയാണ്? നമസ്കാരത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ്. ഖുശൂഅോടുകൂടി, ഭക്തിയോടുകൂടി, കൃത്യമായ നിയ്യത്തോടുകൂടി, ബോധത്തോടുകൂടി നിർവഹിക്കേണ്ടതാണ് എന്ത്? വുളു എന്ന് പറയുന്ന കർമ്മം. അതല്ലാതെ ടാപ്പിലെ വെള്ളം അങ്ങ് തുറന്നിട്ടിട്ട് അടുത്ത് നിൽക്കുന്ന ആളോട് സംസാരിച്ച് സൊറ പറഞ്ഞുകൊണ്ട് ഒരു തോന്നിയ രൂപത്തിൽ ചെയ്യേണ്ട ഒന്നല്ല അത്. ശ്രദ്ധയോടുകൂടിയും ബോധത്തോടുകൂടിയും ചെയ്യേണ്ട കാര്യമാണ് വുളു എന്ന് പറയുന്നത്. വുളുവിന്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് പറയുന്ന ഹദീസുകളുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വുളു എടുക്കുന്ന അവയവങ്ങൾ അത് കയറ്റി കഴുകണം എന്ന് പഠിപ്പിച്ചു തന്നത്. കയറ്റി കഴുകണം എന്ന് പറയുമ്പോൾ ഒരാള് മുഖം കഴുകുന്ന സമയത്ത് അതിനങ്ങ് കയറ്റി പെരടിയിലുമൊക്കെ കഴുകുന്ന അങ്ങനത്തെ ഒരു രൂപം അത് പാടുള്ളതല്ല എന്നുള്ളത് പണ്ഡിതന്മാര് പഠിപ്പിച്ചു തരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാലോ അതിർത്തികൾ പറയുമ്പോ ആ അതിർത്തിക്കപ്പുറത്തേക്ക് ഉയർത്തിയിട്ട് കഴുകുക, അഥവാ കൈകൾ മുട്ടുൾപ്പെടെ എന്ന് പറയുമ്പോ ആ മുട്ടിൽ നിന്ന് ഒരൽപ്പം കയറ്റി കഴുകുന്നത് നല്ലതാണ്. അതിനെ സംബന്ധിച്ച് ഹദീസുകളിലൂടെ വന്നിട്ടുണ്ട്. അവ നാളെ ഖിയാമത്ത് നാളില് പ്രകാശിക്കും.
എൻ്റെ ഉമ്മത്ത് വുളു ചെയ്ത അവയവങ്ങള് ആഭരണമണിയിക്കപ്പെടും എന്നിങ്ങനെയുള്ള ഹദീസുകള് ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനിയോ മറ്റൊരു കാര്യം, നമസ്കാരത്തിന് ഷർത്തുണ്ട് അല്ലെ, നമസ്കാരത്തിന് റുക്നുണ്ട്, നമസ്കാരത്തിന് വാജിബുണ്ട്, നമസ്കാരത്തിന് സുന്നത്തുണ്ട്. ഇതുപോലെ തന്നെയാണ് വുളുവിന്റെ കാര്യവും. ഇതെല്ലാം യോജിച്ചുകൊണ്ട് നിസ്കരിക്കുമ്പോഴാണ്, അഥവാ ഷർത്തും റുക്നും അതേപോലെ വാജിബും സുന്നത്തും എല്ലാം പൂർത്തീകരിച്ച് നിസ്കരിക്കുമ്പോഴാണ് ആ നമസ്കാരത്തിന്റെ പൂർണ്ണത ലഭിക്കുക. അതേപോലെ തന്നെ വുളുവിന്റെ കാര്യവും. വുളുവിന്റെ കാര്യത്തിൽ വുളുവിന്റെ ഷർത്തുകൾ എണ്ണുന്ന കൂട്ടത്തിൽ നമുക്ക് കാണാം, മുസ്ലിം ആകണം, ബുദ്ധിയുണ്ടാകണം, വകതിരിവുണ്ടാകണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. അതിൽ പിന്നെ പറയുന്ന കാര്യമാണ് നിയ്യത്ത് എന്നുള്ളത്. ഈ നിയ്യത്ത് എന്ന് പറയുമ്പോൾ തുടക്കത്തില് നമ്മൾ ഒരു നിയ്യത്തങ്ങ് പ്രഖ്യാപിച്ചാൽ അതോടുകൂടി തീർന്നു എന്ന് വിചാരിക്കരുത്. കർമ്മം തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ ആ നിയ്യത്ത്, ആ ഉദ്ദേശം, ആ ബോധം നമുക്ക് ആ കർമ്മം ചെയ്യുമ്പോൾ ഉണ്ടാകണം. വുളു എടുക്കുകയാണെങ്കിൽ കൈപ്പടം കഴുകുന്ന സമയത്ത് മാത്രം ഉണ്ടായാൽ പോരാ, അവസാനം കാൽപാദം കഴുകുന്നത് വരെ നമുക്ക് ആ ചിന്തയുണ്ടാകണം, ഞാൻ വുളുവാണ് എടുക്കുന്നത് എന്ന്. അപ്പൊ സംസാരിക്കാനുള്ള സമയമല്ല, കൃത്യമായ ഖുശൂവോടുകൂടി ബോധത്തോടുകൂടി നിർവഹിക്കേണ്ട കാര്യമാണത്. പള്ളിയിലേക്ക് കയറുമ്പോൾ അങ്ങ് വുളു എടുക്കുക എന്നോ, നിസ്കാരത്തിന് നിൽക്കുമ്പോൾ അങ്ങനെ വുളു എടുക്കുക എന്നോ അല്ല വുളുവിനെ സംബന്ധിച്ച് ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത് എന്ന് മനസ്സിലാക്കുക. വുളുവിന്റെ ഫർളുകൾ എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനിലെ 5-ാമത്തെ അധ്യായം സൂറത്തു മാഇദ, 5-ാമത്തെ അധ്യായത്തിലെ 6-ാമത്തെ ആയത്തില് അള്ളാഹു പറയുന്നുണ്ട് വുളു ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ളത്, അഥവാ ഏതൊക്കെ അവയവങ്ങൾ കഴുകണമെന്ന് പറയുന്നുണ്ട്. ആ അവയവങ്ങൾ കഴുകുന്നത് വുളുവിന്റെ വാജിബിൽപ്പെട്ടതാണ്. വുളുവിന്റെ വാജിബിൽപ്പെട്ടതാണ്. എന്നാൽ വുളുവിന്റെ ഷർത്തിനെ പോലെ തന്നെ, വുളുവിന്റെ വാജിബിനെ പോലെ തന്നെയാണ് വുളുവിന്റെ സുന്നത്തുകളും. ആ സുന്നത്തുകളും നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. സുന്നത്തുകളെ മനസ്സിലാക്കുന്നത് എന്തിനാ? അതിപ്പോ സുന്നത്തല്ലേ, ഇനിയിപ്പോ അത് ചെയ്യണ്ട എന്ന് പറയാനോ വിചാരിക്കാനോ ആണോ? അല്ല, മറിച്ച് നാം ചെയ്യുന്ന വുളു അത് പരിപൂർണമാകുന്നതിന് വേണ്ടിയിട്ടാണ്. ഫർളുകൾ ഏതൊക്കെയെന്നുള്ളത് വേഗത്തിൽ മനസ്സിലാക്കാനാണ് ഞാൻ പറഞ്ഞത്. ആയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അത് ക്രമപ്രകാരത്തിൽ ചെയ്യുക എന്നുള്ളത്. ഇനിയോ സുന്നത്തായ കാര്യങ്ങളാണ് വുളുവിന് മുമ്പ് ബിസ്മി ചൊല്ലുക എന്നുള്ളത്, ബിസ്മിയോടുകൂടി ആരംഭിക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ ദന്തശുദ്ധി, പല്ല് തേക്കുക എന്നുള്ളത് അത് സുന്നത്തായ കാര്യമാണ്. പിന്നെയോ വുളുവിന്റെ തുടക്കത്തില് കൈപ്പടങ്ങൾ കഴുകുക എന്നുള്ളത് അതും സുന്നത്തായ കാര്യമാണ്. അത് നമ്മൾ നിർവഹിക്കേണ്ടതാണ്. കുപ്പിക്കുന്ന സമയത്ത് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്ന് പറഞ്ഞല്ലോ, അതും സുന്നത്തിൽപ്പെട്ടതാണ്. അതേപോലെ പുരുഷന്മാര് താടിരോമം ചിക്കകറ്റി കഴുകുക എന്നുള്ളത് സുന്നത്തിൽപ്പെട്ടതാണ്. അതേപോലെ കാലും കൈയും കഴുകുമ്പോ വിരലുകൾക്കിടയിലൂടെ വെള്ളം നനച്ചുകൊണ്ട് വിരലുകൾ പായിപ്പിച്ചുകൊണ്ട് കഴുകുക എന്നുള്ളത് സുന്നത്തിൽപ്പെട്ടതാണ്. അവയവങ്ങൾ കൃത്യമായി കൈകൾ കൊണ്ട് സ്പർശിച്ച് വെള്ളം നനയുന്ന രൂപത്തിലാക്കി കഴുകുക എന്നുള്ളത് അത് സുന്നത്തിൽപ്പെട്ടതാണ്. വലതുഭാഗത്തെ മുന്തിക്കുക എന്നുള്ളത് സുന്നത്തിൽപ്പെട്ടതാണ്. വുളുവിന് ശേഷം പ്രാർത്ഥന ചൊല്ലുക, ദിക്ർ ചൊല്ലുക എന്നുള്ളത് സുന്നത്തിൽപ്പെട്ടതാണ്. മാത്രമല്ല ആ പ്രാർത്ഥനയെ സംബന്ധിച്ച് പറഞ്ഞത്, അങ്ങനെ പ്രാർത്ഥന ചൊല്ലുന്ന ആളുകൾക്ക് സ്വർഗ കവാടങ്ങൾ 8 തുറക്കപ്പെടും എന്നും അതിൽ ഇഷ്ടമുള്ളിടത്തു കൂടി പോകാം എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ സുന്നത്തായ ഈ കാര്യങ്ങളും
വാജിബായ കാര്യങ്ങളും ഷർത്തുകളും ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയായിരിക്കണം ഞാൻ നിങ്ങളും വുളു എടുക്കേണ്ടത്. അതല്ലാതെ നിസ്കാരത്തിന് സമയമായി ഓടിപ്പോയി വെള്ളത്തിലങ്ങ് കൈയിട്ടിട്ട് വേഗമൊന്ന് അവിടെ ഇവിടേക്കൊന്ന് നനച്ച് ഓടിപ്പോകുന്ന ഒരു രൂപമല്ല വുളുവിന്റെ രൂപമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന പള്ളിയിൽ ഒരാൾ വന്നുകൊണ്ട് തഹിയ്യത്ത് നിസ്കരിച്ചപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നമസ്കാരം കഴിഞ്ഞ വ്യക്തിയോട് വീണ്ടും നിസ്കരിക്കാൻ പറഞ്ഞത് നമുക്കറിയാവുന്ന സംഭവമാണ്. ആവർത്തിച്ച് നമസ്കരിപ്പിച്ചപ്പോഴാണ് കാരണം അന്വേഷിച്ചത് അയാൾ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അയാൾ വുളു എടുത്തപ്പോ അയാളുടെ കാൽപാദത്തില് നനയാതെ പോയ ഒരു സ്ഥലമുണ്ട്, അതുകൊണ്ടാണ് ആ വുളു ശരിയായിട്ടില്ല, അതുകൊണ്ടാണ് ആ നിസ്കാരം ശരിയാകാതിരുന്നത്. അതുകൊണ്ട് നമ്മുടെ നമസ്കാരം ശരിയാകണമെന്ന് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ വുളുവിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഉണർത്തുന്നു. ഒക്കെ ഇൻഷാ അല്ലാഹ് മറ്റു വിഷയങ്ങൾ സംസാരിക്കാനുണ്ടാകുമ്പോ ആ വിഷയവുമായി വരാവുന്നതാണ്. അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.